കോഴിക്കോട് നഗരത്തിൽ വലിയങ്ങാടിയെ പോലെ തന്നെ പഴക്കവും പ്രാധാന്യവുമുള്ള വാണിജ്യ കേന്ദ്രമാണ് പാളയം പച്ചക്കറി മാർക്കറ്റ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണിയുടെ നിഴലിലാണ് ഇന്ന് പാളയം മാർക്കറ്റ്. കോഴിക്കോട് നഗരത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നു വീണ് 4 പേരുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് പാളയം പച്ചക്കറി മാർക്കറ്റിലെ സുരക്ഷാ പ്രശ്നങ്ങൾ വീണ്ടും ചർച്ചയായി മാറുന്നത്. നഗരത്തിലെ പഴക്കം ചെന്ന പഴം പച്ചക്കറി മാർക്കറ്റാണ് പാളയം പച്ചക്കറി മാർക്കറ്റ്. ഇവിടെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് മാർക്കറ്റ് ഉള്ളത്. ചെറുതും വലുതുമായി ഏകദേശം 300-ലേറെ വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിനു പുറമെ ഉന്തുവണ്ടി, പെട്ടിക്കട വിൽപ്പനക്കാരായി 100ഓളം പേരും ഉണ്ടാകും. ഇടുങ്ങിയ വഴികൾക്ക് ഇരുവശത്തുമായി വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. കോഴിക്കോട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള പച്ചക്കറി വിൽപ്പനക്കാർ പാളയത്തെ മൊത്ത വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നാണ് പച്ചക്കറികൾ സംഭരിക്കാനായി എത്തുക. ചില്ലറ വ്യാപാരികളും സാധാരണക്കാരുമായി ഓരോ ദിവസവും ആയിരങ്ങൾ എത്തുന്ന ഈ വിപണന കേന്ദ്രം അപകട ഭീഷണിയുടെ നിഴലിലായിട്ട് കാലങ്ങളായി. പാളയത്തെ പച്ചക്കറി വിപണന കേന്ദ്രം കല്ലുത്താൻ കടവിലേക്ക് മാറ്റാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ച് അവിടെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മാർക്കറ്റ് നിർമ്മിച്ചെങ്കിലും അവിടേക്ക് മാറാൻ വ്യാപാരികൾ തയ്യാറാവുന്നില്ല. നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള പാളയം പച്ചക്കറി മാർക്കറ്റ് നേരത്തെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. ആ ഉദ്ഘാടനത്തെ തുടർന്ന് നിലവിലുണ്ടാവുന്ന മാർക്കറ്റിൽ കച്ചവടക്കാർ പൂർണ്ണമായും പുതിയ സ്ഥലത്തേക്ക് മാറണം എന്നതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ എന്നാൽ അതിൽ തൊഴിലാളികളുടെ ഇടയിൽ അതുപോലെ തന്നെ കച്ചവടക്കാരുടെ ഇടയിൽ എല്ലാം ചെറിയ എതിർപ്പുകൾ അതിൻ്റെ ഭാഗമായി വരികയുണ്ടായി. അവർ ഉന്നയിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നും എന്താണോ അവർ മാറുന്നതിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങളെന്നും പരിശോധിച്ച് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താം എന്നാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പുതിയ കോർപ്പറേഷൻ വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇന്നുള്ള സൗകര്യങ്ങൾ എത്രയോ മടങ്ങ് കൂടുതലാണ് പുതിയ മാർക്കറ്റിലുള്ളത്. ആധുനിക സൗകര്യങ്ങളോടുകൂടെ ഒരുപാട് പേർക്ക് വന്നു ചേരാനും വളരെ സൗകര്യപൂർവ്വം മാർക്കറ്റിൽ കച്ചവടം നടത്തുക മാത്രമല്ല അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നതിനൊക്കെയുള്ള വാഹന സൗകര്യം, മറ്റ് സൗകര്യങ്ങളെല്ലാം വളരെ വിപുലമായ നിലയിൽ തന്നെ പുതിയ മാർക്കറ്റിലുണ്ട്. പക്ഷെ കച്ചവടക്കാരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അവരുമായി ഇരുന്ന് ചർച്ച ചെയ്ത് അതിനുകൂടി ഒരു പരിഹാരം കാണണം. അങ്ങനെ വേണം ഇവരെയെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നത് ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് പ്രകാരം നിലവിൽ മാറേണ്ടതിൻ്റെ അനിവാര്യത കൂടുതലായി വരികയാണ്. കാരണം ഇതിന് ശേഷമാണല്ലോ പുതിയ വലിയങ്ങാടിയിൽ ഉണ്ടാകുന്ന ഒരു വളരെ കാലം മുമ്പേ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം അതിൻ്റെ സൺഷെയ്ഡ് തകർന്നു വീണു 4 പേര് മരിക്കാൻ ഇടവന്ന സാഹചര്യം, അതിനെ തുടർന്നുണ്ടാവുന്ന വാർത്തകൾ, ഇതെല്ലാം നമ്മുടെ കോർപ്പറേഷൻ്റെ അകത്ത് ഇതുപോലെയുള്ള പഴയ കെട്ടിടങ്ങളുടെ ബലക്ഷയം കാരണം തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്നൊരു പ്രതീതി പൊതുവായി ഉയർന്നു വരികയുണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ തന്നെ അത്തരം കെട്ടിടങ്ങളെ പരിശോധിച്ച് ആവശ്യമായ അതിൻ്റെ ബലക്ഷമത പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഈ നിലവിലുണ്ടാകുന്ന പാളയം പച്ചക്കറി മാർക്കറ്റ്. ആ പച്ചക്കറി മാർക്കറ്റിൻ്റെതും ഇതേപോലെ തന്നെ നമ്മളവിടെ മാറ്റണമെന്ന് തീരുമാനിച്ചതാണല്ലോ. അതും ഇതേ ഗണത്തിൽ പറയുന്ന തരത്തിലുള്ള പഴയ കെട്ടിടം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യവും ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു സമഗ്രമായ വളർച്ചയ്ക്കും വികസനത്തിനും എല്ലാവരും യോജിച്ച് നിൽക്കേണ്ടവരാണ്. അത് കച്ചവടക്കാരാവട്ടെ, തൊഴിലാളികളാവട്ടെ, പൊതുസമൂഹമാവട്ടെ, എല്ലാം. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി യോജിച്ച് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ കോഴിക്കോട് നഗരത്തിൻ്റെ സമഗ്രമായ വളർച്ച സാധ്യമാവൂ. ആ വളർച്ചയ്ക്ക് വേണ്ടി, കോഴിക്കോടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ കോഴിക്കോട് നഗരവാസികളെല്ലാം ഒന്നു ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളൊരു കാര്യം. എവിടെയെങ്കിലും വിയോജിപ്പിൻ്റെ മേഖലകളുണ്ടെങ്കിൽ അത് സംസാരിച്ച് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവണം പ്രാധാന്യം കാണേണ്ടുന്നത്. അങ്ങനെ വേണം നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ. അതുകൊണ്ട് പൊതുവായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ്. വികസന കാര്യങ്ങളിൽ എല്ലാവരും യോജിച്ച് നിൽക്കാൻ ആവശ്യമായൊരു മനസ്സ് നമ്മുടെ കോഴിക്കോട് നഗരത്തിന് രൂപപ്പെടുത്തണം. അത് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ മുൻകൈ ഉണ്ടാവണം എന്നുകൂടി
കൂടി ഈ അവസരത്തെ സൂചിപ്പിക്കുകയാണ്. വലിയങ്ങാടിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ദുരന്തമുണ്ടായതോടെ പാളയം മാർക്കറ്റിന്റെ കാര്യത്തിൽ അധികൃതരുടെയും വ്യാപാരി സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാണ്. ഇതിനായി വ്യക്തമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നാണ് വ്യാപാരി സംഘടനയുടെ ആവശ്യം. കോഴിക്കോട് നഗരം പഴയ നഗരമായതുകൊണ്ട് പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവാം. പഴയതൊക്കെ പൊളിച്ചു മാറ്റുക എന്നുള്ളതല്ല, അങ്ങനെ അപകടാവസ്ഥയിലുള്ളത് കണ്ടെത്തിക്കൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗം സർക്കാർ പരിശോധിച്ചിട്ട് അതിന് നോട്ടീസ് കൊടുത്ത് അപകടാവസ്ഥയിലാണെങ്കിൽ അത് തീർക്കാനുള്ള സാധ്യത അവർക്ക് കൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ പൊളിച്ചു മാറ്റപ്പെടേണ്ടതാണ് എങ്കിൽ അത് ചെയ്യണം. അതിന് നമ്മളെ ഈ നഗരത്തിലെ പല സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് വ്യാപാരി സംഘടനകൾ, കെട്ടിട ഉടമകളുടെ സംഘടനകൾ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർ, അവരൊക്കെ കൂടി ചേർന്നുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ അപകടാവസ്ഥയിലുള്ളതുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അതിന് പരിഹാരമുണ്ടെങ്കിൽ പരിഹാരം കാണുക, അല്ലെങ്കിൽ പൊളിച്ചു മാറ്റുക. അത്രയേ ഗവൺ സമിതിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു മാർക്കറ്റ്, പഴയ മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കാൻ ആലോചിക്കുമ്പോൾ ആദ്യം അവിടുത്തെ വ്യാപാരി സംഘടനകളെയാണ് വിളിക്കേണ്ടത്. അവരുമായി ആലോചിച്ച് അവർക്ക് പറ്റുന്ന രീതിയിലാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ടത്. നിത്യേനെ നിരവധി ആളുകൾ എത്തുന്ന പാളയം മാർക്കറ്റിൽ വാഹന പാർക്കിംഗ് തന്നെ ഗതാഗത കുരുക്കുണ്ടാക്കാറുണ്ട്. അതിനിടയിൽ ചെറിയൊരു ദുരന്തമുണ്ടായാൽ പോലും അതിന്റെ ആഘാതം ഭീതിജനകമായിരിക്കുമെന്നും എന്തെങ്കിലും സംഭവിച്ച ശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. ACV ന്യൂസ്, കോഴിക്കോട്.